കാലാതിവർത്തിയായ നിരവധി നാടകങ്ങൾ നമുക്കുണ്ട്. ട്രഷർ ഐലൻഡ്, സിൻഡ്രല്ല, പിനോക്കിയോ, ഇങ്ങനെ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ എല്ലാ കാലഘട്ടത്തിലും അത്ഭുതപ്പെടുത്തുന്ന നാടകങ്ങൾ. ആ നാടകങ്ങളെല്ലാം ഒരുമിച്ച് ഒരേ വേദിയിൽ കൊണ്ടുവരികയാണ് ഷാർജ. I've been searching my whole life to find my own place. And maybe it's the party talking or the chocolate fondue. ഏപ്രിൽ 1 ഈ നാടകോത്സവം ആരംഭിച്ചു. ഇത് ഇനി ഡിസംബർ 7 വരെ നീണ്ടു നിൽക്കും. കുടുംബങ്ങളോടൊപ്പം കുട്ടികളോടൊപ്പം എല്ലാവർക്കും വന്ന് നാടകം ആസ്വദിക്കാവുന്ന വിധത്തിലാണ് ഇതിൻ്റെ സമയക്രമം. ഷാർജ നിക്ഷേപ വികസന അതോറിറ്റി ഷുറൂഖാണ് നാടകോത്സവം ഒരുക്കിയിട്ടുള്ളത്. When you're good to mama, mama's good to you. There's a lot of favors I'm prepared to do. He'll do one for mama, she'll do one for you. അങ്ങേയറ്റം അസൂയയുള്ള രണ്ടാനമ്മ, ഉപദ്രവകാരികളായ 2 സഹോദരിമാർ, ഇവർക്കിടയിൽ കഴിയുന്ന സിൻഡ്രല്ല അതിമനോഹരമായാണ് സിൻഡ്രല്ലയെ രംഗത്ത് അവതരിപ്പിക്കുന്നത്. നാടോടി കഥയുടെ ലാളിത്യം, സംഗീതത്തിന്റെ സൗന്ദര്യം, ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് H2 എന്ന് പറയുന്ന സംഘം ഷാർജയിൽ ഈ നാടകം അവതരിപ്പിക്കുന്നത്. ഷാർജ അൽ കസ്ബയിലെ മസ്ര അൽ കസ്ബ ഈ തിയേറ്ററിലാണ് എല്ലാ ദിവസങ്ങളിലും നാടകം സന്ദർശകരെ സ്വീകരിക്കുക. It's just to make sure we're very unpolitical, we're very neutral to how we do everything. We want the kids to enjoy it, we want the families to enjoy it, and I think the most important bit of all is the family value. You know, we want the families to come and enjoy it together. We make sure there's something in every show for all the families. So whether you're the grandpa, the 4-year-old kid, whatever age you are, you can enjoy the show for some reason. വിവിധ ദിവസങ്ങളിലായാണ് നാടകം ക്രമീകരിച്ചിട്ടുള്ളത്. സിൻഡ്രല്ല, ട്രഷർ ഐലൻഡ്, പിനോക്കിയോ, എറൗണ്ട് ദ വേൾഡ് ഇൻ 80 days, സ്നോ വൈറ്റ് ആൻഡ് ദ 7 Dwarfs എന്നിങ്ങനെ എല്ലാവരെയും വശീകരിക്കുന്ന, ഒരിക്കലും മറക്കാൻ കഴിയാത്ത നാടകങ്ങൾ. അതാണ് ഓരോ ദിവസങ്ങളിലും നമുക്ക് മുന്നിലെത്തുക. സംവേദനാത്മകമായ തമാശ, സാഹസികത, ഇതെല്ലാം സമ്മേളിപ്പിച്ച് കുടുംബങ്ങളെയും കുട്ടികളെയും നാടകാനുഭവത്തിൻ്റെ പുതിയ ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന നാടകങ്ങൾ. ഓരോ ദിവസങ്ങളിലും പല വിധത്തിലുള്ള പല തരത്തിലുള്ള കഥകളും കഥാപാത്രങ്ങളും. അതുകൊണ്ട് തന്നെ ഡിസംബർ 7 വരെയുള്ള എല്ലാ ദിവസങ്ങളിലും ഒരിക്കൽ പോലും ഒരു ദിവസം വിട്ടുപോകാൻ ആർക്കും തോന്നില്ല. Hiya, kids! Oh, fantastic! That is it. Now we are all friends. 8 മാസം നീണ്ടു നിൽക്കുന്നതാണ് ഈ നാടകോത്സവം. ആദ്യം ഏപ്രിൽ 1 ആരംഭിച്ചു. സിൻഡ്രല്ലയോട് കൂടിയിട്ടാണ് തുടങ്ങിയത്. ഏപ്രിൽ 5 വരെ സിൻഡ്രല്ല സന്ദർശകരെ സ്വീകരിക്കും. രണ്ടാമത്തെ നാടകം ട്രഷർ ഐലൻഡ് ആണ്. ട്രഷർ ഐലൻഡ് ജൂൺ 2 മുതൽ 7 വരെയാണ് പ്രദർശിപ്പിക്കുക. പിന്നീട് എത്തുന്നത് പിനോക്കിയോ. ഓഗസ്റ്റ് 29 മുതൽ 31 വരെയാണ് പിനോക്കിയോ സന്ദർശകർക്ക് മുന്നിൽ അവതരിപ്പിക്കുക. എറൗണ്ട് ദ വേൾഡ് ഇൻ 80 days. പലർക്കും ആ കഥയും രംഗങ്ങളുമൊക്കെ സിനിമയായിട്ടും നാടകമായിട്ടും മറ്റ് കഥകളായിട്ടുമൊക്കെ ഓർമ്മയുണ്ടാകും. അതും നമുക്ക് മുന്നിൽ എത്തുന്നുണ്ട്. ഒക്ടോബർ 11 മുതൽ 16 വരെയാണ് എറൗണ്ട് ദ വേൾഡ് ഇൻ 80 days എത്തുന്നത്. പിന്നീട് വരുന്ന നാടകം സ്നോ വൈറ്റ് ആൻഡ് ദ 7 Dwarfs. ഈ പ്രദർശനത്തോടു കൂടിയിട്ടാണ് നാടകമേള അവസാനിക്കുന്നത്. ഡിസംബർ 7 അവസാനിക്കുന്നത്. Remember the time you met Captain Hook? Captain Hook. Remember the time you met Captain Hook? Lost out on the sea. He swam away from a crocodile. Crocodile. He swam away from a crocodile who wanted him for tea. എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം 3 മണിക്കും 6 മണിക്കും 2 പ്രദർശനങ്ങളാണ് ഓരോ നാടകങ്ങളും ഉണ്ടാകുക. 45 ദിർഹമാണ് ഇവിടേക്കുള്ള പ്രവേശന ഫീസ്. ബ്രിട്ടനിൽ നിന്നുമുള്ള ഒരു കുടുംബം, അവരാണ് ഈ നാടകത്തിൻ്റെ എല്ലാ നാടകങ്ങളുടെയും നെടുംതൂണ്. കഥാപാത്രങ്ങളായും
പിന്നണിയിലുമൊക്കെ അവർ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. This is my second time in Sharjah. Lots of stuff is still very new, but it's all like Georgia was saying. It's very nice to be here. The weather's always lovely, and everyone lots of smiling faces around, which is very nice to see. പുതിയ കാലഘട്ടത്തിൽ കുട്ടികൾ AI അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക വിദ്യകൾക്കുമൊക്കെ ഗാഡ്ജറ്റിനൊക്കെ അടിമപ്പെടുമ്പോൾ നാടകത്തിലേക്ക് എങ്ങനെ കുട്ടികളെ കൊണ്ടുവരാമെന്ന് ചോദിച്ചാൽ അതിനും ഈ നാടക സംഘത്തിന് മറുപടിയുണ്ട്. You know, the iPads and the laptops and all that, or even the TV, because obviously, you know, you say, yeah, you're right, they are stories, but that's just a book. If we can bring that book, lift it off the pages into life, bash your mic there, into actual, you know, live theatre. I think there's any feeling like it for me, live theatre. We've got an audience, you react, you get a reaction. We absolutely love seeing the children in the audience, especially when they're clapping their hands and smiling, singing along and shouting at us. We absolutely love it. It's so wonderful to be able to provide entertainment for them where we can be silly and have fun, and they can be silly and have fun back with us. And it's just an amazing energy, and it's so vibrant and so fun. So fun. 5 വർഷമായി തുടർച്ചയായി ഷാർജയിൽ അല്ലെങ്കിൽ UAE മറ്റു ഭാഗങ്ങളിലൊക്കെ നാടകവുമായി എത്തുന്നവരാണ് ഈ സംഘം. പലർക്കും UAE കുട്ടികളുടെയും മുതിർന്നവരുടെയും അഭിരുചി, ആസ്വാദനക്ഷമത അതൊക്കെ നന്നായി അറിയാം. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നാടകങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. Can happen one